ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ജൂലൈ മാസഫലം കർക്കിടക കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് പുണർദ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ജൂലൈ മാസത്തെ ഫലം അറിയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഈ കർക്കിടക കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ജൂലൈ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ സൂര്യൻ ജൂലൈ 15 വരെ 12-ലായിരിക്കും. 16 മുതൽ ആ സൂര്യൻ ജന്മരാശിയിലേക്ക് രാശി മാറുന്നു. ചൊവ്വയാണെങ്കിൽ 2-ല് സ്ഥിതി ചെയ്യുന്നു. 28-ന് ആ ചൊവ്വ 3-ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു. ബുധൻ ജന്മരാശിയിൽ ഉണ്ട്. ജന്മരാശി നിൽക്കുന്ന ബുധൻ 18 മുതൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. ഗുരു 12-ലെ സ്ഥിതി തുടരുന്നു. ശുക്രനാണെങ്കിൽ 11-ാം ഭാവാധിപനായിട്ട് 11 നിൽക്കുന്ന സമയമാണ്. 26-ന് ആ ശുക്രൻ 12-ലേക്ക് രാശി മാറുന്നു. ശനിയാണെങ്കിൽ 9-ല് സ്ഥിതി തുടരുന്നു. 13 മുതൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. രാഹു അഷ്ടമത്തിലാണ്. കേതു 2-ല് സ്ഥിതി തുടരുന്നു. അപ്പോൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് നമുക്ക് ഈ കർക്കിടക കുറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ജൂലൈ മാസത്തിൽ പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ 6-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12-ൽ നിൽക്കുന്ന സമയമാണ്. രോഗസ്ഥാനാധിപതി 12-ൽ നിൽക്കുന്നു. അത് ഒരു വിപരീത രാജയോഗമാണ്. അതുപോലെ തന്നെ അഷ്ടമരാശിയിൽ രാഹു ഉണ്ട്. ആ അഷ്ടമരാശിയിൽ കുജൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയം എന്ന് പറയാം. ആഹാരത്തിൽ പൊതുവെ ശ്രദ്ധ കൂട്ടേണ്ടുന്ന സമയമാണ്. കാരണം 2-ാം ഭാവരാശിയിൽ ചൊവ്വയുണ്ട്, 2-ാം ഭാവരാശിയിൽ കേതു ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇൻഡൈജഷൻ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ ഒരു ഭീതി, ഒരു ഉത്കണ്ഠ ഒക്കെ നമുക്ക് ഈ സമയത്ത് ഉണ്ടാകാം. അതേസമയം 6-ാം ഭാവാധിപനായിട്ടുള്ള വേഴം 12 നിൽക്കുന്നത് വിപരീത രാജയോഗമായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും അതിന് നമുക്ക് പരിഹാരമുണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ 6-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12 നിൽക്കുക എന്ന് മാത്രമല്ല, അത് 6-ലേക്ക് ദൃഷ്ടി ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. അഷ്ടമത്തിലേക്കും ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നാൽ തന്നെയും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അതിന് നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും, ആശ്വാസം കണ്ടെത്താൻ കഴിയും. അവയിൽ നിന്ന് റിക്കവറി ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ 2-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ 2-ാം ഭാവത്തിൻ്റെ 12-ല് വരികയാണ്. 16 മുതൽ അതായത് മാസത്തിൻ്റെ അവസാനത്തെ പകുതി സൂര്യൻ ജന്മരാശിയിലേക്ക് വരുന്നു. ജന്മരാശിയിലേക്ക് സൂര്യൻ വരിക എന്ന് പറഞ്ഞാൽ 2-ാം ഭാവത്തിൻ്റെ 12-ലേക്ക് വരുന്നു. അപ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലും അവസാന പകുതിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ആശുപത്രി വാസത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അവിടെ ഒരു കരുതൽ വേണം. ഇനി നമുക്ക് തൊഴിൽസ്ഥിതി എങ്ങനെ നോക്കാം. അപ്പോൾ തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ ഈ 10-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. ആ ചൊവ്വ 2-ൽ നിൽക്കുന്നു. കേതുവിനോടൊപ്പമാണ് ആ ചൊവ്വ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആദ്യ പകുതി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും ഈ 10 മുതൽ, പ്രത്യേകിച്ച് ജൂലൈ 10 മുതൽ ആ ചൊവ്വയും കേതുവുമായിട്ടുള്ളൊരു യോഗം ആ 2-ൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൊഴിലിടത്ത് എന്തെങ്കിലും പ്രകോപനപരമായിട്ടൊക്കെ സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങളോ ഒക്കെ ചിലപ്പോൾ അവിടെ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ വേണം. അപ്പോൾ ക്ഷമയൊക്കെ ഉണ്ടാകേണ്ടുന്ന സമയമാണ് തൊഴിലിടത്ത്. അമിതമായിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കഴിവതും അമിതമായിട്ടുള്ള സംസാരം ഒഴിവാക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് ആ ചൊവ്വയും കേതുവുമായിട്ടുള്ള യോഗം വരുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ തൊഴിലിൽ നമുക്ക് കമ്മിറ്റ്മെൻറ്റ് കുറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതൊക്കെ നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് ആ കേതുവുമായിട്ടുള്ളൊരു യോഗമൊക്കെ വരുമ്പോൾ നമുക്ക് അതിലൊരു ഊർജ്ജസ്വലതയൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിലിടത്ത് എന്തെങ്കിലും ചതി വഞ്ചനയിലൊക്കെ വീഴാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം.
അപ്പോൾ യുക്തിസഹമായിട്ട് ചിന്തിക്കാതെ നമ്മൾ ഒരു തീരുമാനവും എടുക്കാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിലിൽ ചെറിയ ഒരു മാറ്റമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. കർമ്മകാരകനായിട്ടുള്ള ശനി ഈ അഷ്ടമ ഭാവാധിപനായിട്ടാണ് 9-ൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം, ഒരു ഡിലേ, ഭാഗ്യ തടസ്സങ്ങളൊക്കെ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 13 മുതൽ ആ ശനി വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. അതുപോലെ എല്ലാ കാര്യത്തിലും ഒരു അനിശ്ചിതത്വം ചിലപ്പോൾ നമുക്ക് ഉണ്ടായെന്ന് വരാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രഹസ്ഥിതിയാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആദ്യ പകുതിയൊക്കെ പൊതുവെ അനുകൂലമാകുമെങ്കിലും അവസാനത്തെ പകുതി നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അനുകൂലമല്ല എന്നും കൂടെ മനസ്സിലാക്കുക. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. 6-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12-ൽ സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ്. അത് നമുക്ക് ഇപ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അത് പരിഹരിക്കുന്നതിന് സഹായകമാണ്. മാത്രമല്ല ഗുരു 6-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഗുണം ആകും. പ്രത്യേകിച്ച് 6-ാം ഭാവാധിപൻ 12-ലൊക്കെ വരിക എന്ന് പറയുമ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ ഗുണാനുഭവം ഉണ്ടാകും എന്നും പറയാം. ഇനി നമുക്ക് ബിസിനസ്സുകാർക്ക് എങ്ങനെയെന്ന് നോക്കാം. ബിസിനസ്സുകാരകനായിട്ടുള്ള ബുധൻ ജന്മരാശിയിലുണ്ട്, അത് ഗുണം ചെയ്യും. ശുക്രനാണെങ്കിൽ 11-ൽ സ്ഥിതി ചെയ്യുന്നുണ്ട്, അതും ഗുണം ചെയ്യും. അതുപോലെ 7-ാം ഭാവാധിപനായിട്ടുള്ള ശനി ഭാഗ്യസ്ഥാനത്താണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ബിസിനസ്സിലെ വരുമാനം, ലാഭവർദ്ധനവിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. അതേസമയം 13 മുതൽ 7-ാം ഭാവാധിപനായിട്ടുള്ള ശനി ഭാഗ്യസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിക്കുന്നു. അതുപോലെ 18 മുതൽ ഈ ബിസിനസ്സിൻ്റെ കാരകനായിട്ടുള്ള ബുധനും ജന്മരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ പൊതുവെ നമുക്ക് അവസാനത്തെ പകുതി എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ അല്പം ശ്രദ്ധ കൂട്ടണം. ആദ്യത്തെ പകുതിയിലുണ്ടായ അതേ ഗുണാനുഭവം അവസാനത്തെ പകുതി ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഈ ബിസിനസ് സംബന്ധമായിട്ടുള്ള എന്ത് തീരുമാനം നമ്മൾ എടുക്കുമ്പോഴും അവസാനത്തെ പകുതി വളരെ ജാഗ്രത വേണം. നമുക്ക് ഈ ബിസിനസ് പ്രൊഫഷണൽസൊക്കെ അവരുടെ ഡ്യൂട്ടിയിൽ, അവരുടെ കൃത്യനിർവഹണത്തിൽ കഴിവതും വീഴ്ച വരാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ജന്മരാശിയിലുണ്ട്, നല്ലതാണ്, അത് ഗുണം ചെയ്യും. അതുപോലെ 4-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ 11-ൽ സ്ഥിതി ചെയ്യുന്നുണ്ട്, അതും ഗുണം ചെയ്യും. 5-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 2-ൽ നിൽക്കുന്നു, സ്ഥാനബലമുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ആദ്യ പകുതിയൊക്കെ പഠിതാക്കൾക്ക് വലിയ പ്രശ്നങ്ങളില്ല, ഗുണാനുഭവം ഉണ്ടാകും. പക്ഷേ അവസാനത്തെ പകുതി പഠിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു 18 മുതൽ. അപ്പോൾ ആ പഠനത്തിലൊരു കെയർ വേണം. അതുപോലെ തന്നെ 2-ാം ഭാവരാശിയിൽ ചൊവ്വയും കേതുവുമായിട്ടൊക്കെ യോഗമുണ്ട്. അതൊക്കെ പഠനത്തിലൊരു ആലസ്യം, ഒരു ഉദാസീനത ഉണ്ടാക്കാൻ ഇടയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ബുധനൊക്കെ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ഉന്നത പഠനം നടത്തുന്നവർക്ക് അവസാനത്തെ പകുതി കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ്. ഇപ്പോൾ പഠനത്തിൽ ഏകാഗ്രത കുറയുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഗ്യ തടസ്സങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ശുക്രൻ്റെയും ആ കുജൻ്റെയും 5-ലെ ദൃഷ്ടി എന്ന് പറയുന്നത് പൊതുവെ നമുക്ക് നമ്മുടെ മനസ്സ് അതർ ആക്ടിവിറ്റീസിലൊക്കെ ചിലപ്പോൾ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത പ്രണയ ചിന്തകളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ പഠനത്തിൽ ഏകാഗ്രത കുറയാൻ സാധ്യതയുണ്ട്. അവ പഠനത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ അവസാനത്തെ പകുതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ 11-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 11-ൽ ഉണ്ട്. 2-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി വ്യയസ്ഥാനത്താണ്. ധനകാരകനായിട്ടുള്ള ഗുരു വ്യയസ്ഥാനത്താണ്. അപ്പോൾ നമുക്ക് 11-ാം ഭാവാധിപൻ 11 നിൽക്കുന്നത് ധനാഗമം ഉണ്ടാക്കും. എങ്കിലും 12-ൽ ധനഭാവാധിപൻ നിൽക്കുകയും ധനകാരകനായിട്ടുള്ള ഗുരു 12 നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ധനവിനിയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പണം വരും എങ്കിലും ധനവിനിയോഗം, ധനച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. പൊതുവെ ഈ ചെലവെന്ന് പറയുമ്പോൾ പൊതുവെ നമുക്ക് ഭാവിയിൽ ഗുണം കിട്ടുന്ന ചെലവുകൾക്കായിരിക്കും മുൻതൂക്കം കൊടുക്കുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക.
ആഗ്രഹങ്ങളെല്ലാം നിവർത്തിക്കുന്ന സമയമൊക്കെയാണ്. കാരണം 11-ാം ഭാവാധിപനായിട്ട് ശുക്രൻ 11-ൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകും. അതിനുവേണ്ടി അങ്ങനെ ആഗ്രഹങ്ങൾ സാധ്യമാകുക എന്ന് പറയുമ്പം തന്നെ അതിനുവേണ്ടി നമുക്ക് പണച്ചെലവ് കൂടാവുന്ന സമയവും കൂടെയാണ്. 26 മുതൽ ആ ശുക്രൻ 12ലേക്ക് രാശി മാറുന്നുണ്ട്. അതും ചെലവ് കൂട്ടാൻ ഇടയാക്കും. അപ്പം പൊതുവേ നമുക്ക് സുഖച്ചെലവ് കൂടാനുള്ള ഒരു സാധ്യത അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല ധനഭാവാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ ജൂലൈ 16 മുതൽ ആ ഭാവത്തിൻ്റെ 12ലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവയൊക്കെ തന്നെ നമുക്ക് മണി ട്രാൻസാക്ഷനിൽ ഒരു ശ്രദ്ധ വേണ്ടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചുള്ള 7-ാം ഭാവാധിപനായിട്ടുള്ള ശനി 9ലാണ്. ശുക്രനാണെങ്കിൽ 11 നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. അതൊക്കെ വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാക്കും. എങ്കിലും ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നില്ല. കാരണം 13-ാം തീയതിയൊക്കെ ആവുമ്പോൾ ആ 7-ാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ഭാഗ്യസ്ഥാനത്ത്. അപ്പോൾ പൊതുവെ അത് നമുക്ക് നമ്മുടെ ആലോചനകളിലൊക്കെ ഒരു ഡിലേ ഉണ്ടാക്കിക്കളയും. 26 മുതൽ ശുക്രനും 12ലേക്ക് രാശി മാറുകയാണ്. അപ്പം ബുധൻ ജന്മരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പം ഇവയെല്ലാം നമുക്ക് ചെറിയ കാര്യതടസ്സങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. ആലോചനകളിൽ ഒരു മാന്ദ്യം ഉണ്ടാകാം. അല്ലെങ്കിൽ നിശ്ചയം നീണ്ടുപോകാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ഇനി കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ശുക്രൻ 5ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ 5-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയും 5ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് പ്രണയചിന്തകൾ ഉണ്ടാകും. ചിലപ്പോൾ ഒന്നിലധികം പ്രണയചിന്ത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായെന്നൊക്കെ വരാം. കാരണം 5-ാം ഭാവാധിപനായിട്ടുള്ള ആ ചൊവ്വയാണെങ്കിൽ കേതുവുമായിട്ടൊക്കെ യോഗം വരുന്നുണ്ട്. ഇപ്പോൾ കേതു ഒരു സംതൃപ്തി ഇല്ലായ്മയുടെ ഗ്രഹമാണ്. കുജനാണെങ്കിൽ അല്പം ഡിസ്പ്യൂട്ടിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ്, എടുത്തിയാട്ടത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ്. അപ്പോൾ നമുക്ക് അതിനിടെ ഈ പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവസാന ഈ ഭാരമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ ദാമ്പത്യബന്ധം പൊതുവെ സുഖകരമാകും. എങ്കിലും അവസാനത്തെ പകുതി റിലേഷൻഷിപ്പിൽ കെയർ വേണം. മാത്രമല്ല ഏത് ലിംഗക്കാരുമായിട്ടുള്ള ചങ്ങാത്തത്തിലും ഒക്കെ ഒരു ജാഗ്രത വേണം. ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ 4-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 11ലാണ്. 4-ാം ഭാവാധിപൻ 11 നിൽക്കുകയാണ്. ഗുരുദൃഷ്ടി 4ലുണ്ട്. ഇപ്പോൾ നമുക്ക് വീട്, അതുപോലെ വാഹനം, അതുപോലെ വസ്തുക്കൾ ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ്. അതിനുള്ള വരുമാനമൊക്കെ അവർക്ക് കണ്ടെത്താനാകും. അതിനുള്ള പണമൊക്കെ അവരുടെ ഭാഗത്ത് വന്നു ചേരും. അതേസമയം 2ൽ ചൊവ്വയും കേതുവും യോഗം വരുന്ന സമയവും കൂടെ ആണ് എന്നുള്ളത് കൊണ്ട് ഈ കുടുംബ അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം, ചെറിയ തർക്കങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അവയിലൊക്കെ ഒരു ജാഗ്രത വേണം. ഒരു കാര്യത്തിലും പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്പം ക്ഷമയും സംയമനമൊക്കെ ആവശ്യമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി ജൂലൈ 9, 10, 11, 14, 15, 22, 23 ഈ തീയതികൾ പൊതുവെ അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല. ഈ ദിവസങ്ങളിൽ ഗുണാനുഭവം കുറയാൻ സാധ്യതയുണ്ട് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിവതും നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഈ കർക്കിടക കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ഫലമാണ്. കർക്കിടക ലഗ്നക്കാരെന്ന് പറയുമ്പോൾ ഈ കർക്കിടക കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാരല്ല, ഏത് നക്ഷത്രത്തിൽ പെടുന്ന ആളായാലും അവർക്ക് കർക്കിടക ലഗ്നമാണെങ്കിൽ അവർ ഈ കർക്കിടക ലഗ്നത്തിൻ്റെ ഒരു ഫലം നമ്മൾ അറിയണം. ഇപ്പം കർക്കിടക കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഇപ്പം കർക്കിടക കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ കർക്കിടക ലഗ്നം വരാറുള്ളൂ. ബാക്കിയുള്ളവർക്കും വ്യത്യസ്ത ലഗ്നരാശിയിലായിരിക്കും. ഇപ്പം കൂറും ലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ വലിയ പ്രയാസങ്ങളില്ല. ഈ പറഞ്ഞ പൊതുഫലത്തിൽ വലിയ മാറ്റവും വരില്ല. അതേസമയം ഈ കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ലഗ്നരാശി വ്യത്യസ്തപ്പെടുകയാണെങ്കിൽ അവർ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം
കേൾക്കുക. എങ്കിൽ മാത്രമേ അവർക്ക് ജൂലൈ മാസത്തെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം അവർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ കൂറിൻ്റെ ഫലവും അറിയണം, ഈ കൂറിപ്പെടുന്ന നക്ഷത്രക്കാർ ഏത് ലഗ്നരാശിയിലാണെന്നും കൂടെ അറിയണം. അപ്പോൾ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഒന്നിച്ച് കേൾക്കാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ നടക്കുന്ന ദേശ അപകാരം, ഛിദ്രം, അതൊക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അല്ലയോ എന്നും കൂടെ അറിയണം. ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ നമുക്കിവിടെ പറയുന്നതിനേക്കാളും ഗുണാനുഭവം അവർക്ക് കിട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.